42 വാക്യം വായിച്ചാട്ടെ. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട്. ഇതാ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചല്ലോ. രണ്ടാം അധ്യായത്തിൽ വായിച്ചപ്പോൾ ഒന്നാം അധ്യായത്തിൽ വായിച്ച് രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അവർ അഭിഷേകം വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവം കൊടുക്കുന്ന അഭിഷേകം പ്രാപിച്ച് പിന്നത്തേല് ആ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അതിലൂടെ അവിടെ സംഭവിച്ച ദൈവത്തിന്റെ മിറക്കലാണ് നമ്മൾ നോക്കുന്നവൻ. എവിടെയെല്ലാം ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചോ അവിടെയെല്ലാം ദൈവം ഒരു കാര്യം ചെയ്ത ചരിത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത ചരിത്രമേ ഉള്ളൂ. രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത ചരിത്രമേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്ന രീതി മനസ്സിലാക്കണം. അത് താഴെ നമ്മൾ ചിന്തിച്ചു വരുന്നത്. നാം ആരോടാ പ്രാർത്ഥിക്കുന്നത് അത് മനസ്സിലാക്കി അടുക്കം ചുറ്റിയോടുകൂടി നാം ദൈവത്തിന്റെ വാദമെടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വാസ്തവമായി ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയുണ്ടാകും. ഇതാ 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ദൈവം തന്റെ വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ പകർന്നു കൊടുത്ത് അതിനുശേഷം എന്താ സംഭവിച്ചത് വായിക്കട്ടെ. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽ. നോക്കണമേ, 120 പേര് കൂടിയിരുന്ന ഇവര് പോലും പ്രതീക്ഷിച്ചില്ല. പത്രോസ് പോലും പ്രതീക്ഷിച്ചില്ല. നെക്സ്റ്റ് ടൈം എന്താണ് സംഭവിക്കുന്നത് പത്രോസിന് പോലും അറിയത്തില്ല. എന്നാൽ തന്റെ കുഞ്ഞുങ്ങൾ ശിഷ്യന്മാർ അടുക്കും ചുറ്റിയോടുകൂടി സമയങ്ങൾ പോലും നിയന്ത്രിച്ചുകൊണ്ട് ഷാർപ്പായിട്ട് കണ്ടുകൊണ്ട് ഭയത്തോടുകൂടി കിട്ടിയ സമയമെല്ലാം അരുമനാഥനോടുകൂടി പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായി ഇത്തിരി ദൈവമേ വേദഭാഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാമേ. എന്നാൽ 2 ഭാഗം നാം ചിന്തിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചു, അവിടെയും ദൈവം അത്ഭുതം ചെയ്തു. രണ്ടാമത്തെ ഭാഗം ചിന്തിക്കുന്നു, പ്രാർത്ഥന കഴിഞ്ഞും അവർ ദൈവശക്തി പ്രാപിച്ചപ്പോൾ ഒരു വലിയ മിറക്കിൾ, ലോകത്തെ കീഴ്മേലും മറിക്കുന്ന ഒരു അത്ഭുതമാണ് ദൈവം തന്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മയില് അവൻ ചെയ്തു കൊടുത്തത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയം നിങ്ങളും ആത്മാർത്ഥതയോട് സമയം ഷാർപ്പായിട്ടിരുന്ന് ദൈവഭയഭക്തിയോടുകൂടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഏതൊരു സംശയമില്ല. ആരോണ്ട് പറയാൻ കിടക്കുക വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ അപകടമായി തീരും. അല്ലെങ്കിൽ നമ്മൾ ഈ മാർഗത്തിൽ നിൽക്കരുത്. നമ്മൾ പോകാമേ, കർത്താവിന്റെ നാമത്തെ നമ്മൾ നിന്ദിക്കരുതാമേ. ഒരുവൻ പ്രാർത്ഥനയ്ക്കായി വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ഇതിനകത്ത് പ്രമാണമുണ്ട് എന്തൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളതാമേ. ഇവിടെ വായിച്ചട്ടെ. ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുക. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പത്രോസ് ആത്മശക്തി പ്രാപിച്ച ആത്മാവിന്റെ നിറവിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ പത്രോസ് ആത്മാവ് പ്രാപിച്ചു പറയാൻ നീ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, അങ്ങനെ പത്രോസിന്റെ ആത്മാവിനുള്ള വാക്ക് കൈക്കൊണ്ടവർ അവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്ന് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവരോട് ചേർന്ന് പിന്നെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അവർ കൂട്ടായ്മ ആചരിച്ച് അവർ അപ്പം നുറുക്കിയും അവർ പ്രാർത്ഥന കഴിച്ചു. ഇതെല്ലാം സംഭവിച്ചത് എവിടെ നിന്നാണ്? പ്രാർത്ഥനയിൽ കൂടി സംഭവിക്കുന്നതാമേ. എപ്പോഴെല്ലാം ഇവർ അരുമനാഥന്റെ സാന്നിധ്യത്തിൽ കൂടി വന്നിട്ടുണ്ടോ
അവിടെ നിന്നെല്ലാം കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തതായിട്ട് വചനത്തിൽ വായിക്കുന്നതാമേ. അങ്ങനെയെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. അത് എങ്ങനെയെങ്കിലുമല്ല, അത് വേണ്ടതുപോലെ ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ തീർച്ചയായിട്ടും ഈ ശിഷ്യന്മാരുടെ ചില വൻകാര്യങ്ങൾ നിങ്ങളിലൂടെ നിങ്ങൾ പാർക്കുന്ന സാഹചര്യം എന്റെ ദൈവത്തിനുള്ള ഒരു വിഷയമല്ല. അവിടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമാമേ. വെൺമാടത്തിൽ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ കയറി. അപ്പോൾ പത്രോസ് കാണുന്ന വലിയൊരു ദർശനം കാണുന്നു. ഇതാ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന് നമ്മൾ ആരംഭത്തിൽ വായിച്ച അവിടെ ശിഷ്യന്മാർ 120 വരെ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വന്നപ്പോ പിതാവ് കൊടുക്കുന്ന വാക്തത്വം അവർ വാക്തത്വം പ്രാപിച്ചു കഴിഞ്ഞപ്പോ 3000 വരെ ഒറ്റ സ്റ്റെപ്പിന് സഭയ്ക്കകത്ത് അംഗങ്ങളായി തീർന്നു. ഇത് മറക്കലല്ലേ? അപ്പൊ എന്തിന്റെയും ആരംഭം എന്താണ്? പ്രാർത്ഥന. അത് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, 2 പേരുള്ള പ്രാർത്ഥന, അല്ലെ അതിൽ കൂടുതലുള്ള പ്രാർത്ഥന, കൂട്ടായ്മ. അത് നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന ദൈവം സ്വതന്ത്രമേ. ഓക്കെ, ഞാൻ അടുത്ത എഫേസ്യർ 6:18 വാക്യം വായിച്ചാട്ടെ. 18 ഒരു മിനിറ്റ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലെ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. ഒരിക്കൽ പത്രോസും അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും. നോക്കുക, ഈ ശിഷ്യന്മാരെ തന്നെ വീണ്ടും പറയാ. ഒരിക്കൽ വീണ്ടും പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ സമയം പറയുന്നു, ഇവിടെ സമയം പറയുന്നു. 6-ാം മണി നേരം പറയുന്നു. ഇവിടെ 9 മണി വരെ. എന്തിനാ സമയം വരുന്നത്? അവർ കൃത്യ സമയത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്ത പ്രകാരം നല്ല പ്രതിഷ്ഠയോടുകൂടി അവർ ആ കൃത്യ സമയത്തിൽ അവർ കാക്കിയിരിക്കുന്ന ആ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ചർച്ച അവരുടേതായ പള്ളികളിൽ ചെന്ന് അവർ എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മുടെ ചിന്താ വിഷയം എന്താണ്? ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? ഇത്രയും സമയത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദ്യങ്ങൾ ആയിരക്കണക്കിന് കിടപ്പുണ്ട്. ഞാൻ പറയട്ടെ, എളിയൻ പറയട്ടെ, ആവശ്യമുണ്ട്. കാലഘട്ടം മാറിപ്പോയി. 50 വർഷത്തിന് മുമ്പ് ജീവിച്ച സമാധാനം ഇപ്പൊ ഉണ്ടോ? സ്വത്രം. ഇപ്പൊ വെള്ളം കുടിച്ചാലും മായം, എല്ലാത്തിലും പോയിസണായിരിക്കുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ ആക്കം കൂട്ടിയില്ലെങ്കിൽ നാമും അപകടം പിടിച്ച വഴി നമ്മൾ സഞ്ചരിക്കേണ്ടി വരാമേ. ഈ ശിഷ്യന്മാർ തന്നെ അവരെ പറയുന്നത് വായിച്ചേട്ടാ. 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ. എന്തിനാ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോഴാണ് സംഭവിക്കുന്നത്? നീ ഒരു പ്രാർത്ഥനാ വീരനെങ്കിൽ നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആലയത്തിൽ എത്തുന്നതിന് മുമ്പേ നിന്നെ കൊണ്ടൊരു വലിയ കാര്യം വഴിമധ്യ കർത്താവ് ചെയ്യും. ശതാധിപന്റെ മകന് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു. യേശു പോകാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച് ശിഷ്യന്മാരുമായി യാത്ര തിരിച്ച് വഴിമധ്യ പോകുമ്പോ അത് അടുത്തൊരു കേസ് വരുന്നു. 12 വർഷമായി രക്തസ്രാവ സഹോദരി വരുന്നവൻ. നോക്കുക എന്റെ മുൻപുകളെ, നമ്മുടെ ജീവിതം പ്രാർത്ഥന കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒരു ദൈവവൈദ്യ ജീവിതം പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ച പ്രാർത്ഥന കൊണ്ട് അവസാനിക്കണം. ബില്ലിങ്ങാണോ? എങ്കിൽ 1-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമ്മുടെ ദൈവം മതിയായവനത്രാമേ. പക്ഷെ പലർക്കും ഇപ്പൊ അത് കഴിയുന്നില്ല. ജീവിത സാഹചര്യങ്ങൾ, തിരക്കുകൾ കാരണം കൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്റെ പൊന്നു ദൈവമക്കളെ, നാം അതിൽ വല്ലാതെ വലയരുത്. പിശാച് തന്ത്രശാലിയാണ്. അവൻ ഒരുപാട് തിരക്കുകളും ഒരുപാട് വിഷയങ്ങളെ കൊണ്ടിട്ട് യേശുക്രിസ്തുവുമായുള്ളതായ ആ കൂട്ടായ്മയും പ്രാർത്ഥനയുടെ സമയത്ത് ചുരുക്കുകയും പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം അവൻ തന്ത്രങ്ങളെ മെനഞ്ഞ് ഒരു ഭാഗത്ത് ജയമെടുത്തുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് ആത്മാവ് പ്രാപിച്ച ദൈവത്തിന് അവനെ ചവിട്ടി മെതിച്ച് ജയമെടുത്തേ മതിയാവൂ. അവൻ തന്ത്ര
ബലശാലിയാണ്. അങ്ങനെ അനേകരെ ക്രിസ്തുവിൽ അകറ്റിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂട്ടായ്മയില് ഒരു കുഞ്ഞു പോലും അവന്റെ ഈ തന്ത്രത്തിൽ വീടാതിരിപ്പാൻ സൂക്ഷിക്കുവാനാണ് പ്രാർത്ഥനയുടെ ആവശ്യം. എന്താണ്? 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതിയോ? അത് 1 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതിയോ? പലരും ചോദിച്ചിട്ടുണ്ട്. ആമേൻ. എന്നാൽ ഇന്ന് പകൽ സമയം ഈ കേൾക്കുന്ന വചനപ്രകാരം നിങ്ങൾ തന്നെ വിലയിരുത്തുക. പ്രാർത്ഥനയ്ക്കായി പത്രോസും യോഹന്നാനും ദേവാലയത്തിലെ കടന്നു പോകുമ്പോൾ തന്നെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ അഭിഷക്തന്മാരെ കടക്കാൻ പോകുന്നത് കണ്ട് ഇവർ ഈ മുടന്തൻ ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. മുടന്തോട് പറഞ്ഞു, മുടന്ത നീ ഞങ്ങളെ ഒന്ന് അത് ശ്രദ്ധിച്ചു നോക്കാം. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അവന്റെ ഇപ്പോഴത്തെ ചിന്ത എന്താണ്? എനിക്ക് എന്തെങ്കിലും വെള്ളിയോ പൊന്ന് കിട്ടണം മാമേ. അതാണ് അവന്റെ ചിന്ത. സൂക്ഷിച്ചു നോക്കിയ. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല. അയ്യോ സഹോദര, വെള്ളിയും പൊന്നും എനിക്കില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തു നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അല്ലേ പറഞ്ഞാട്ടെ? നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നുവെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ ദൈവ ഭയഭക്തി ഉണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ നീ ദർശനങ്ങളെ കാണും. നീ പ്രാർത്ഥിക്കാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ നീ അത്ഭുതങ്ങളെ കാണും. നിന്നെ വൻകാര്യങ്ങൾക്കായി ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന കാര്യത്തിന് ഏതൊരു സംശയമില്ല. ശബന ഹംദനം വനാദ ഘടകന. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം വലിയവനത്രേ. അവരെ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ ചെല്ലുന്നു. പക്ഷെ അവർക്കറിയില്ല ഒരു മിറക്കിൾ ദൈവം അവരെ കൊണ്ട് ചെയ്യുവാൻ പോകുന്നത്. ഇതാ നീ അറിയുന്നില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന എന്നെയും നിങ്ങളെയും കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ ഒരു വിളിക്ക് വേണ്ടിയായിരിക്കും നമ്മളെ വിളിച്ചതിനകത്ത് കൊണ്ടുവന്നത്. നമ്മൾ ആ കാഴ്ചപ്പാടില്ലാതെ പോകരുത്. പക്ഷെ ആ ശുശ്രൂഷ നമ്മളെ കൊണ്ട് ചെയ്യണമെങ്കിൽ നമ്മളിൽ ഒരു വിശ്വസ്തത കർത്താവ് ഉണ്ടായിരിക്കണം. എന്ത് വിശ്വസ്തത? അവന്റെ പാദമെടുത്തിരിക്കുന്ന ഒരു വിശ്വസ്തത, അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വസ്തത, അവനെ സ്തുതിക്കുന്ന ഒരു വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ കൊണ്ട് നമ്മിലും, നാം ആയിരിക്കുന്ന ഭവനത്തിലും, നാം ആയിരിക്കുന്ന ദേശത്തിലും, നാം ചെല്ലുന്ന സഭയിലും ദൈവം കാര്യങ്ങൾ ചെയ്യും. ഒരല്ലേ പറഞ്ഞാട്ടെ? അപ്പോസ്തലർ 6-ാം അധ്യായത്തിന്റെ 6-ന്റെ വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലർ 6-ാം അധ്യായത്തിന്റെ 1 വാക്യം വേഗം വായിച്ചാട്ടെ. ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന്. അങ്ങനെ പിന്നത്തെ സഭ വളർന്ന് പന്തലിക്കുവാൻ തുടങ്ങി. അനേകരെ സ്നാനപ്പെട്ട് സഭയോട് ചേരുവാൻ തുടങ്ങി. ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അങ്ങനെ അവരെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അത് അവരിലെ കുറെ പേര് ആത്മീയ കാഴ്ചപ്പെട്ട കുറെ പേര് ഞങ്ങൾ ദൈവത്തിന്റെ വചനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ള ഒരുവനും ശുശ്രൂഷിക്കാൻ വിളിയുള്ള ഒരുവനെ പിടിച്ച് കിച്ചണില് ജോലിക്കാക്കി പറ്റുമോ? ഇവിടെ വിളിയുള്ളവനാണ്, കൃപയുള്ളവനാണ്. അവനെ പിടിച്ച് നീ എന്ത് ചെയ്യണം? നീ കിച്ചണിൽ നിന്നാ മതി. പക്ഷെ ആത്മാവുള്ളവൻ അവനെന്തിനോ അവിടെ നിൽക്കത്തില്ല. അവൻ എഴുന്നേറ്റ് അവൻ സംസാരിക്കാൻ തുടങ്ങി. എന്താ വാക്യം വായിച്ചതിന് മുമ്പിൽ? എന്താണ്? ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച്
ഉപേക്ഷിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ വചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് മേശകളിൽ ചെന്ന് നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഞങ്ങൾക്കത് യോഗ്യമല്ല. ഞങ്ങൾക്ക് അവിടേതായ അകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെതായ തീക്ഷ്ണത. അവർ പറയുന്നു ഇതല്ല ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് ദൈവവചനം ശുശ്രൂഷിക്കണം. എന്താ വെക്കണം? ആകയാൽ സഹോദരന്മാരെ ആത്മാവ് ജ്ഞാനവും നിറഞ്ഞ് അങ്ങനെ അവരുടെ തീരുമാനം അങ്ങനെ കാര്യം ചെയ്യാം. മൂപ്പന്മാർ വന്നു, ഒരു തീരുമാനമെടുത്ത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ അതിനായി നിങ്ങൾ തിരഞ്ഞുകൊള്ളുവിന. അവരെ ഈ വേലയ്ക്കാക്കാം. നമുക്ക് അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും അങ്ങനെ ഒരു സെലക്ഷൻ ചെയ്ത് അവരെ മേശമേൽ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വായിക്കട്ടെ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അതൊരു വിശ്വാസി ഉണ്ടെങ്കിൽ പോണമേ, പിശാച് അവനെ ഭയപ്പെടും. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിലെ മുഴുവൻ പിശാചുക്കളും ഭയപ്പെടും. അമ്മേ, അങ്ങനെയെങ്കിൽ അവന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കണം. അവരുടെ ആഗ്രഹം കണ്ടോ? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വചനം ധ്യാനിക്കണം, ഞങ്ങൾക്ക് വചനത്തിൽ ഉറ്റിരിക്കണം. ദൈവമക്കൾ, ഈ കാലഘട്ടത്തിൽ ഈ ഒരു തീക്ഷ്ണത, ഈ ഒരു എരിവ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായേ മതിയാവൂ. കാരണം പ്രതിസന്ധികൾ അതിജീവിക്കണമെങ്കിൽ, നാം തളർന്നു പോകാതിരിക്കണമെങ്കിൽ വചന ധ്യാനത്തിൽ നമ്മൾ ഉറ്റിരിക്കണം, പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കണം. കൃത്യസമയത്ത് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ മതിയാവ്. ദൈവത്തിന് കൊടുക്കണം, മഹത്വം കൊടുക്കണം. അത് 5 മിനിറ്റ് പ്രാർത്ഥനയല്ല, അരമണിക്കൂർ പ്രാർത്ഥനയല്ല. 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കുന്നവർ എത്ര പേരെന്ന് എനിക്കറിയില്ല. സംഭവത്തിന്റെ വിഷയത്തിന്റെ ബഹുത്വം മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ആക്കം കൂട്ടിയേ മതിയാവും. എങ്കിൽ മാത്രമേ ഈ ലോകമുഖത്തെ നമുക്ക് അതിജീവിച്ച് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേ, ഒരല്ലേ പറഞ്ഞാട്ടെ. ഈ പ്രാർത്ഥനാ സമയത്തിന്റെ കാര്യത്തിൽ അതൊരു വലിയ ഒരു കൃത്യനിഷ്ഠ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനൊരു ദൈവത്തെ ഒരു അംഗീകാരമുണ്ട്. ദൈവത്താൽ നിങ്ങൾക്കൊരു അംഗീകാരമുണ്ട്. അത് ഞാൻ അനുഭവിച്ചതാണ്. ഈ അടുത്ത ദിവസം ഒരു 6 മാസം മുമ്പേ ഞാൻ കർത്താവ് ഒരു സ്വപ്നം കാണുന്നതാമേ. രാത്രി എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം എന്തെന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് എടുത്ത് കാണിക്കുന്നു. എന്താണ്? സാധാരണ നമ്മുടെ ടൈം പീസ് മേശപ്പുറത്തിരിക്കുന്നു. ഒരു ടൈം പീസ് മേശപ്പുറത്തിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത പൂച്ച വന്ന് ഈ ക്ലോക്കിനെ എടുത്തോണ്ട് പോയി. പൂച്ച വന്ന് ക്ലോക്കിനെ എടുത്തോണ്ട് പോയി. ഇതാണ് എനിക്ക് കണ്ടത്. ഇതൊരു ആത്മീയ സ്വപ്നമാണോ ഭൗതിക സ്വപ്നമാണോ? ഹലോ, ഇതൊരു ആത്മീയ സ്വപ്നമാണോ? ആത്മീയ സ്വപ്നമാണ് അല്ലേ? തന്നെ എൻ്റെ അനുഭവമാണ്. ഈ 6 മാസത്തിന് മുമ്പ് ഞാൻ രാവിലെ പ്രാർത്ഥിക്കായിരുന്നപ്പോൾ പെട്ട സംഭവം. ഈ തലേന്ന് രാത്രി ദൈവം ഇടപെടുന്നത് രാവിലെ അടുത്ത കറക്റ്റ് 5 മണിക്ക് നമുക്ക് സമയമുണ്ടല്ലോ. 6 മണിക്ക് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കഴിഞ്ഞ രാത്രി ഇടപെട്ടതിനെ നമുക്ക് മെമ്മറി തരും, ഓർമ്മ തരും. എന്തെന്നറിയോ? ഒന്നുകൂടി അതിനെടുത്ത് പ്രാർത്ഥിക്കേണ്ട വിഷമിക്ക് പ്രാർത്ഥിക്കണം, ശാസിക്കേണ്ടെങ്കിൽ ശാസിക്കണം. അതിനുവേണ്ടി കർത്താവ് എന്ത് തരുമോ? ഏർലി പ്രയറിൽ നമുക്ക് അത് എല്ലായിടങ്ങളിലും ഭക്തന്മാർ കർത്താവ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കഴിയുന്നാമേ. ഇപ്പൊ രാവിലെ ഇരുന്നപ്പോൾ ഈ സ്വപ്നം കൊണ്ടിട്ടുന്നാമേ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ആ ദിവസങ്ങളിലാമേ എൻ്റെ പ്രാർത്ഥനാ സമയം തെറ്റി. 5 മണിക്ക് ഇരിക്കുകയാണ്, ഞാൻ 6 മണിക്ക് ഇരിക്കുന്നു. ചില തീരുമാനങ്ങൾ ഞാൻ എടുത്ത് ഇത്ര മണിക്ക് പ്രാർത്ഥിക്കുന്നുള്ള എല്ലാം കൂടെ ആകപ്പാടെ ഒരു കൊളാപ്രകേഷനായി തെറ്റിപ്പോയി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, ദുഷ്ട പിശാചേ, നീ എൻ്റെ സമയത്ത് നീയാണ് തെറ്റിക്കുന്നത്. ഞാൻ 6 മണിക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഭാര്യ പറയും, അയ്യോ എനിക്ക് തലവേദന എടുക്കുക, അല്ലെങ്കിൽ പറിച്ചത് സാധനം എടുക്കാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം പറയും.
അല്ലെങ്കിൽ മോള് വിളിച്ചു പറയും, ഞാൻ 6 മണിക്ക് ഇരിക്കാതിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കണമോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമോ? നിങ്ങൾ പറ. അപ്പൊ എന്റെ സമയം പോയില്ലേ, തെറ്റിയില്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, റിയൽ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. അങ്ങനെ സമയത്തിന് പിശാച് തെറ്റിച്ചാണ്. ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞ് എനിക്ക് മറന്നുപോയി. കൃത്യനിഷ്ഠതയോട് ദൈവസന്നിധിയിൽ വീണ ഇപ്പുറത്തിരിക്കും. കൃത്യനിഷ്ഠതയോടുകൂടി ദൈവസന്നിധി നിങ്ങൾ സമയം വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു അംഗീകാരം ദൈവം തരും. അത് പിശാചിന് അലർജിയാണ്. അത് പിശാചിന് അലർജിയാണ്. ആമേൻ. അതുകൊണ്ട് ഇവിടെ എന്താണ് അപ്പോസ്തലന്മാർ 6 മണി നേരം 9 മണി നേരം സമയം ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പോകുന്നു. അന്ന് അവർക്ക് എന്ത് തിരക്കെന്നറിയാവോ? അന്ന് ഈ കാലഘട്ടത്തിൽ വണ്ടിയൊന്നുമില്ല. എങ്കിലും അവർ എന്ത് ചെയ്യുന്നു? ഷാർപ്പടെ കറക്റ്റ് സമയം പാലിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ അനുകരിക്കേണ്ടേ അവരുടെ നല്ല സ്വഭാവം? നമ്മുടെ ജീവിതത്തിലും അപ്പോസ്തലന്മാരുടേതായ ആ സമയം അവരെത്രത്തോളം ദൈവത്തിലെല്ലാം വിശ്വസ്തരായിരുന്നു, എത്രത്തോളം സമർപ്പണത്തോടെ പ്രതിഷ്ഠയോടെ ദൈവത്തിന് പ്രാർത്ഥിച്ചോ. അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിലും നമ്മൾ മുൻപേ വായിച്ചതുപോലെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെളിപ്പാട് നിനക്ക് തരും. ദൈവം നിന്നോട് സംസാരിക്കും. അതെ, ഇനി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നീ മറക്കൽ കാണും. ഒന്നിന് വഴിയാത്രയിൽ അല്ലെങ്കിൽ നീ ചെല്ലു നടത്തും. ഇതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളും ക്രിസ്തു നമ്മുടെ ബന്ധത്തിൽ, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്നതും ഡിലേയായി കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഒരാൾ പറഞ്ഞാട്ടെ ആമേൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഒരു വാക്യം എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും. അപ്പോ നാം എന്ത് ചെയ്യണം? സകല പ്രാർത്ഥനയാലും യാചനയാലും. അപ്പൊ പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും. കണ്ട, ഏത് നേരത്തും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകണം, മസ്റ്റായിട്ട് പോകണം. ജോലികളൊക്കെ കഴിഞ്ഞ് എത്രയോ സമയം അവർ പാഴാക്കി കളയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടാണ് കയറുന്നത്. നിങ്ങൾ പാഴാക്കി കളയുന്ന സമയത്തിനകത്താണ് ഞാൻ കയറുന്നത്. കാരണം ഞാൻ നിങ്ങളെ ജോലിക്ക് പോകണമെന്ന് അങ്ങനെ പറയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാസത്തോളം ചെയ്യണം, ശമ്പളം തരണ്ടേ, അല്ലെങ്കിൽ കിറ്റ് ഞാൻ എന്ത് ചെയ്യണം? എത്തിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഇന്ന് പാഴാക്കി കളയുന്ന സമയത്തിനകത്ത് ഞാൻ കയറാൻ പോണം. ഏത് സമയത്തും ഏത് നേരത്തും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. എങ്ങനെ ചടുപടെന്ന് പറയുന്നതല്ല പ്രാർത്ഥന. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമാമേ. ആത്മാവിൽ പ്രാർത്ഥിക്കണം. നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മനെ പ്രാപിക്കണമാമേ. പരിശുദ്ധാത്മനെ പ്രാപിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥന എന്താണ്? ആത്മാവിലാ പ്രാർത്ഥിക്കുന്നതാമേ. ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രമേ. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയുന്നില്ല, എങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൽ തന്നെ പ്രാർത്ഥിക്കുമെങ്കിലും എന്ത് ചെയ്യുന്നറിയോ? വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ എന്ത് ചെയ്യും? നമുക്കത് കാണുവാൻ ഇടയുണ്ടാവും. ഒരല്ലേ പറഞ്ഞാട്ടെ. നമ്മുടെ ആ വാക്യം തീർന്നോ? ആത്മാവിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗരിക്കണം. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞല്ലോ. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ കർത്താവേ, ആ വിഷയത്തിന് ഞങ്ങൾക്ക് ആശ്വാസം തരണമേ, മറുപടി തരണം കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി അയച്ചിരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്തിനെന്നറിയോ? അല്പസമയം അതിനു വേണ്ടി ജാഗരിക്കണം എന്ന് പറയുമ്പോൾ വീണ്ടും ആത്മാവ് നമ്മുടെ കണ്ണുകളച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രത ഹൃദയത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിലേക്ക് ആ ക്രിസ്തുവിന്റെ ആത്മാവുമായി നമ്മളത് കണക്ട് ചെയ്യുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ മനുഷ്യാത്മാവിനെ കൊണ്ടുവരണം. ജാഗരിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുമാമേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവർ വിട്ടയക്കാം. ഇതൊക്കെ ദൈവം ഇടപെടുന്ന ഒരു രീതിയാണ് പാസ്റ്റർ നിങ്ങൾ പഠിപ്പിക്കുന്നതാമേ. സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത
ജാഗരിപ്പീൻ. ഇന്ന് പ്രാർത്ഥനയിലെ ആർക്ക് സ്ഥിരതയില്ല. എങ്ങനെയോ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നേരത്തെ നിർത്തിയിട്ട് എനിക്ക് പോകണം, എനിക്ക് ഇത്ര മണിക്കവിടെ എത്തണം. നീ അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ നേരത്തെ പ്രാർത്ഥിച്ച് നേരത്തെ കൂടുതൽ പ്രാർത്ഥിക്കരുത്. അപ്പൊ അവിടെ ഒരു ഏകാഗ്രത കിട്ടത്തില്ല. ഇവിടെ നോക്കണമേ, ഇതാരാ? യേശു പ്രാർത്ഥിച്ച് സെലക്ട് ചെയ്തെടുത്ത 12 ശിഷ്യന്മാരുടെ അനുഭവമാണ്. ആ 1-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അവരോട് നടന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്രാർത്ഥന എന്തുണ്ടായിരിക്കും? ഒരു പൂർണ്ണ സ്ഥിരത ഉണ്ടായിരിക്കണം. ഇന്ന് പലർക്കും ആ സ്ഥിരത ഇല്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ഈ വക നമ്മുടെ പ്രാർത്ഥനയുടെ ചില പോരായ്മകളായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ പല വിഷയത്തിന്മേലും മറുപടി കിട്ടാത്ത സമയം. അവരെത്രത്തോളം സ്ഥിരതയോടുകൂടി, എത്രത്തോളം എരിവോടുകൂടി, എത്രത്തോളം സമയം ഷാർപ്പായിട്ട് കണ്ട് വില കൊടുത്ത് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ മറക്കളെ നടന്നിട്ടുള്ളമേ. വലിയ വലിയ വൻകാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാമേ. ഇനി 4:2 വായിച്ചോട്ടെ. കൊളോസ്യർ 4:2. കൊളോസ്യർ 4:2. ആമേൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ കേട്ട് പൂർണ്ണ സ്ഥിരതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ എന്താ പറയുന്നത്? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. എന്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. നിങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വരുന്നിരിക്കുമ്പോൾ നിങ്ങളുടെ സ്തോത്രത്തോടെ നിങ്ങൾ ജാഗരിക്കണം. പ്രാർത്ഥന അനവധിയായ സ്തോത്രം ഉണ്ടായിരിക്കണം. അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ഏകാഗ്രത ഹൃദയത്തോടെ ഭയഭക്തിയോടെ സ്തോത്രത്തിൽ ആ പ്രാർത്ഥന ഉറ്റിരിക്കണം. നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സ് വിട്ട് പോകരുത്. നാം ഇതൊക്കെയാ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെയാ പഠിക്കേണ്ടത്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലുണ്ടായ ആ വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കണം? 1, സമയ കൃത്യമുണ്ടായിരിക്കണം. 2, ദൈവ ഭയഭക്തി തന്നെ ആയിരിക്കണം. എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനത്തിൽ എന്ത് ചെയ്യണം? ഉറപ്പുള്ളവനായിരിക്കണം. പിന്നെ ഏത് നേരത്തും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിനക്ക് സ്ഥിരതയുണ്ടായിരിക്കണം. ഇപ്പോഴാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? നീ പ്രാർത്ഥന ഉറ്റിരിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ എന്താണ്? അരമണിക്കൂർ പ്രാർത്ഥന ഉണ്ടെങ്കിൽ 1000 സ്തോത്രം പുറത്തു വരണം. നമ്മൾ വായിക്കുമ്പോ ദാനിയേൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു പ്രാർത്ഥന അവസാനിച്ചു. ദാനിയേൽ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചു, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥന അവസാനിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ സ്തോത്രത്തിൽ ആരംഭിക്കണം, സ്തോത്രത്തിൽ അവസാനിക്കണം. സ്തോത്രം, അതാണ് ആ പ്രാർത്ഥനയുടെ ഒരു ശൈലി. ദൈവം പ്രസാദിക്കുന്ന രീതിയാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നേ. പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരുന്നേ മതിയാവാം. നിങ്ങള് കൂടുതലും നിങ്ങളുടെ പ്രാർത്ഥന എന്തുണ്ടായിരിക്കണം? മോളെ, സ്തോത്രം ഉണ്ടായിരിക്കണമേ. നമുക്കറിയാം TPM സഭയിലെ വിശ്വാസി മക്കളൊക്കെ, എനിക്കറിയാം, ഞാൻ എൻ്റെ ഇളയ സഹോദരി വിവാഹം കഴിപ്പിച്ചു കൊടുത്ത TPM ദൈവസഭയിലാണ്. അവർക്കൊരു പ്രതികൂലം വരുമ്പോൾ 1000-2000 സ്തോത്രമാണ് അവർ പറയുന്നത്. 1000-2000 മുട്ടിന്മേലിരുന്ന ഒരു സ്തോത്രം പറയും. ഒരു പ്രതികൂലം വരുമ്പോൾ അവർ മുഴങ്കാലിരുന്നിട്ട് ഇപ്പോൾ അവരത് എങ്ങനെ എണ്ണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടോ കറക്റ്റായിട്ട് എണ്ണത് പറയും. ഇവിടെ പറഞ്ഞ ഓരോ സ്തോത്രവും ഒരു മിഷീനോട് ചെറിയ സാധനമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അപ്പോൾ കുറച്ച് നോക്കുമ്പോൾ എത്ര 2000 1500 ആയുള്ളൂ. വീണ്ടും സ്തോത്രം പറയും. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അഭിഷേകത്തിന്മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. 1000-2000 സ്തോത്രമാണ് പറയുന്നത്. നിങ്ങൾ ആരെയും ഒരു പ്രാർത്ഥന 100 സ്തോത്രം പറഞ്ഞ് കൈവയ്ക്കാണ്. മക്കളെ, യോഗ്യന്മാരെന്ന് തന്നെ പറഞ്ഞു അല്ലേ? പ്രാർത്ഥിക്കുന്നവൻ നമ്മൾ അംഗീകരിക്കണം. വേണ്ടേ? ആ പ്രാർത്ഥന നമ്മൾ അംഗീകരിച്ച് ചെയ്യണം മാമേ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്തുണ്ടായിരിക്കണം? സ്തോത്രം ഉണ്ടായിരിക്കണം. സ്തോത്രത്തിൽ ആരംഭിക്കണം. ചെന്നിരുന്നോടെ കർത്താവേ എനിക്ക് തരണമല്ല. ചെന്നിരുന്നോടെ ഒരു 2-3 മിനിറ്റ്, നിങ്ങൾ എത്ര സമയം, 1 മണിക്കൂറാണെങ്കിൽ ഒരു 5 മിനിറ്റ് നിർത്തിയാണ് ആദ്യമേ സ്തോത്രത്തിൽ ജാഗരിക്കണം. എന്തിനാ കയറണം? അവസാന പ്രാർത്ഥന സ്തോത്രത്തിൽ അവസാനിക്കണം. ഓക്കെ, ഇനി നമുക്ക് പഴയ ഭക്തന്മാര് സങ്കീർത്തനം 55
16, 17, 18 വാക്യം നമുക്കൊന്ന് വായിക്കാം. പഴയ നിയമ ഭക്തന്മാർ, അതായത് യഹൂദന്മാർ, എങ്ങനെയാണ് അന്ന് അവരുടെ പ്രാർത്ഥന ഏത് രീതിയിലായിരുന്നു നമുക്ക് ചിന്തിക്കാം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. യഹോവ എന്നെ രക്ഷിക്കും. യഹോവ എന്നെ രക്ഷിക്കും. വിളിച്ചപേക്ഷിക്കുമ്പോ ദൈവം എന്നെ രക്ഷിക്കുമാ. ഞാൻ വൈകുന്നേരത്തും. നോക്കണേ, യഹൂദന്മാരുടെ പ്രാർത്ഥനയാ. അവർ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ യഹൂദന്മാരുടെ കാലഘട്ടത്തില് അവർ എന്ത് ചെയ്യുന്ന ഭയഭക്തിയോടെ ഒരു ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അവർക്കുണ്ടായിരുന്നു. നമുക്കുണ്ടോ? അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. നാമും നമ്മുടെ കുടുംബങ്ങളും വഴിതെറ്റാതെ വണ്ണം ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ സമയങ്ങൾ പാഴാക്കാതെ വണ്ണം സമയം കണ്ടെത്തി നിങ്ങൾ പ്രാർത്ഥന ഉറ്റിരുന്നേ മതിയാവും. ഇന്ന് കേൾക്കുന്ന വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അതൊന്നുകൂടി ധ്യാനിച്ചുകൊണ്ട് ആ റെഫറൻസിനെ മനസ്സിലാക്കി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വിഷയങ്ങൾ സമർപ്പിക്കേണ്ടത്, ആ വിഷയങ്ങൾ ഞാൻ താഴെ പറഞ്ഞു വരുന്നവൻ. എന്നാൽ ഇന്ന് കേൾക്കുന്ന ആലോചന നിങ്ങളുടെ ജീവിതത്തില് അത് ദൈവനാമകത്വത്തിനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും അത് കാരണമായി തീരും. അല്ലേ പറഞ്ഞാട്ടെ? പഴയ നിയമ ഭക്തന്മാർ 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് അവർ ദൈവത്തോട് കരയുമായിരുന്നു. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. 3 നേരം പ്രാർത്ഥിച്ച സ്തോത്രം പറഞ്ഞിട്ട് അവൻ പ്രാർത്ഥിച്ച സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റിട്ട് അവൻ തന്നെ പറയുന്നു എന്റെ ദൈവന്റെ പ്രാർത്ഥന കേൾക്കും. അയാൾ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. അതാണ് പ്രത്യാശ. പ്രാർത്ഥിക്കുന്നതിന് പ്രത്യാശയുണ്ട്. പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ അവന് പ്രത്യാശയുണ്ട്, എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. എത്ര നന്നായിരിക്കുന്നത്. ഒരു വാക്യം വായിച്ചട്ടെ. ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ദാനിയേൽ 6:10 വായിച്ചട്ടെ. എന്നാൽ ദാനിയേൽ എന്നതായ ഭക്തൻ, ഇത് പഴയ നിയമകാലത്ത് സംഭവിച്ച കേസാണ്. ഈ ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ മനസ്സിലായപ്പോൾ, ദാനിയേൽ അവനെതിരെ ഒരു പ്രതികൂലം വരുന്ന അവൻ അറിഞ്ഞപ്പോൾ അവൻ നേരെ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ അത് യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ് പ്രാർത്ഥിച്ച്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രത്തിൽ ആരംഭിക്കണം, സ്തോത്രത്തിൽ പ്രാർത്ഥന അവസാനിക്കണം. ആമേൻ. 3 നേരം മുൻപേ ചെയ്തിരുന്നത് പോലെ അവൻ പ്രാർത്ഥിച്ചു. എന്റെ പൊന്നു ദൈവമക്കൾ, ഈ കാലഘട്ടങ്ങളിലും ഇത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. അവനെ നമുക്ക് അനുകരിക്കാൻ ഈ കാര്യങ്ങൾ. നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ നാം പ്രാർത്ഥനയ്ക്ക് ആക്കം കൂട്ടണം. ഉപവസിക്കേണ്ട വിശ്രമിക്കുന്ന ഉപവസിക്കണം. ചില വിഷയങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയം കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരുമാനം ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും. നമ്മുടെ വരുമാനം കാര്യം ചിലപ്പോൾ നമ്മൾ 3 ദിവസം ലീവ് എടുക്കേണ്ടി വരും. ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഒരു വലിയ പ്രശ്നത്തിൽ ഞാൻ ആയിരിക്കുന്നു. ഇത് എൻ്റെ അനുഭവമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ പഠിപ്പിച്ചു. അവരെ ഞാൻ 3 ദിവസം ക്ലാസ്സിൽ വിട്ടില്ല. അവർ പറഞ്ഞ് എക്സാം സമയം എന്ന് പറഞ്ഞ്. എങ്കിലും 2 പ്രാവശ്യം അവരുടെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ നാളിൽ ചെയ്തു കൊടുത്ത മുറക്കളുണ്ട്. പറഞ്ഞ് ശരി പപ്പ, നമുക്ക് 3 ദിവസം ഈ വിഷയത്തിൽ ഉപവസിക്കാന്ന് പറഞ്ഞ് ഞങ്ങളും കുഞ്ഞുങ്ങളും ലീവ് എടുത്ത് ഉപവസിച്ചു. ഞാൻ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും വിഷയങ്ങൾ നടുവിൽ നമ്മൾ ചില സമയത്ത് ചിലപ്പോൾ കയ്യിലിരിക്കുന്നത് കുറെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും നീ ദൈവത്തിന്റെ പാദവിടത്താണ് അതിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ വാസ്തവമായി പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും.
ഞാൻ പലയിടങ്ങളിലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവർക്ക് തിരക്കായിരിക്കും. ഞാൻ പറയും, നിങ്ങൾ 7 ദിവസം നിങ്ങൾ ഈ വിഷയത്തിന് വേർപെട്ടെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ആ കെണിയിൽ നിന്ന് കർത്താവ് വിടിവിച്ചു വരും. ഫസ്റ്റ് ഞാൻ ജോലി എനിക്കത് വിഷയമല്ല. നിങ്ങൾ 7 ദിവസം അപ്പടാ സൗര് പറഞ്ഞാണ് ശരി ഭാഷ 7 ദിവസം ലീവ് എടുക്കുന്നു. 10-15,000 രൂപ നഷ്ടം. അവിടെ സാലറി അനുസരിച്ച് 15,000 രൂപ ജോലിക്ക് വേണ്ടി ശമ്പളം കിട്ടത്തില്ലല്ലോ. അവർ ലീവ് എടുത്തു. ആമേൻ. ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുമോ ഇല്ലയോ? നിങ്ങൾ പറ. മോനെ വില കൊടുത്തിരിക്കണമെന്നേ. ചില വിഷയങ്ങൾ വരുമ്പോ ചില പ്രോഗ്രാം കട്ട് ചെയ്യണം. എന്നിട്ട് ഇരിക്കേ. അവിടെയാണ് ദൈവം നോക്കുന്ന. എന്റെ മോൻ കണ്ട അവന് പരീക്ഷ വന്നപ്പോൾ അവന്റെ മുമ്പിൽ ചില യാത്രകളൊക്കെ മുടക്കി പാതമെടുത്തിരിക്കുന്നു. എന്റെ പൊന്നുമകൾ, അതാണ് ശരിക്കും ആത്മീയ കാഴ്ചപ്പാട്. ഞങ്ങളൊക്കെ അതിൽ അഭ്യാസം തികഞ്ഞു വരുന്നവരാ. ഒരുപാട് വില കൊടുക്കുക, ഒരുപാട് കയ്യിൽ നിന്ന് പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ചില വരുമാനങ്ങൾ വേണ്ടെന്ന് വെച്ചോ അമ്മേ. ഇരുന്ന് പ്രാർത്ഥിച്ചോ അമ്മേ. ആ പ്രാർത്ഥനയുടെ ഫലവും കർത്താവിന്റെ കൃപയാണ് ഇന്ന് ഞങ്ങൾ ഇത്രയും ഇങ്ങനെ ആയിരിക്കുന്നത്. അവരല്ലേ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങളെ വായിച്ചോട്ടെ. ദാനിയേൽ 10 വായിച്ചോട്ടെ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. 3 നേരം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതിന്റെ ഫലം നമ്മൾ പിന്നത്തിൽ വായിക്കുന്നു. ആ ദാനിയേലിനെ ആ രാജാവും കൂട്ടരും എന്ത് ചെയ്യുന്നറിയാവോ? ആ സിംഹക്കുഴിക്കകത്ത് അവനെ എടുത്തിട്ടു, അതിൻ്റെതായ വാതിലടച്ചു. എന്നാൽ ദൈവം, സർവകൃപാലുവായ ദൈവം അവനൊരു പോർല് പോലും മേൽക്കാതെ വണ്ണം അവനെ പുറത്തു കൊണ്ടുവന്നു. ആ ദാനിയേൽ പറയുന്നു, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് ഞാൻ സേവിച്ചു വന്ന് എന്റെ ദൈവം തന്റെ ദൂതനയച്ച് സിംഹത്തിന് വായിനെ കെട്ടിക്കളഞ്ഞാമേ. ഇന്ന് പകൽ സമയം ദൈവാത്മ ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥന സ്ഥിരതയും എരിവും സമയകൃത്യവും ദൈവഭയം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിനക്കെതിരെ ചില ബാലസിംഹങ്ങളെ, ചില അലർന്ന അണലികളെ കർത്താവിന് കെട്ടാൻ പോകുന്നാമേ. ദൈവാത്മ ഇടപെടുന്ന ചില അണലി പോലത്തെ ശക്തികൾ ചിലരുടെ ഇപ്പോഴും വാറയണമെന്ന് പറയുന്നത് അതിനെ കെട്ടണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരത വരട്ടെ. ആരുടെ മുമ്പിലാണ് നീ തീരുമാനമെടുത്തിരിക്കുന്നത്? നീ പ്രാർത്ഥന നീ ഉറ്റിരിക്കുന്നുവെങ്കിൽ, വചന ധ്യാനത്തിനും പ്രാർത്ഥന ഉച്ചിരിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥന നിനക്കൊരു പൂർണ്ണ സ്ഥിരതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്കെതിരെ ചില സിംഹങ്ങളുടെ വായിലെ ദൈവം തന്റെ ദൂതനയച്ച് കെട്ടിക്കളയാൻ ദൈവത്തിന്റെ സ്തോത്രമേ. വിശ്വസിക്കുന്ന മതം കൊടുത്താട്ടെ. ഒരു വാക്യോടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6:4 വായിച്ചാട്ടെ. ഞങ്ങളോ പ്രാർത്ഥനയിലും അവര് പറയാ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അവർ തീരുമാനമെടുത്ത് ഞങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ എന്ത് ചെയ്യും? ഉറ്റിരിക്കുമാമേ. നിങ്ങളത് തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ആമേ. നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇന്ന് കേൾക്കുന്ന വചനപ്രകാരം നല്ലൊരു തീരുമാനമെടുത്ത്, കർത്താവേ, എനിക്ക് ഇന്നലെ വരെ അറിയില്ലായിരുന്നു, ഞാൻ എങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പോയി. ഇന്നെനിക്ക് തിരുവനന്തപുരത്തിലൂടെ തന്റെ ദാസന്മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ കടന്നുപോയതും അവിടുതായ നല്ല അനുകരണവും എനിക്കും അത് പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവർ തീരുമാനമെടുക്കുന്നു, ഞങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഞങ്ങൾ ഉറ്റിരിക്കും. നിങ്ങൾ തയ്യാറാണോ? ആമേൻ. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുമാമേ. ഒരു വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 16:17-18. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 16-17-18 വാക്യം വായിച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും നോക്കണേ. എപ്പോ നോക്കിയാലും പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിച്ച അവരാരും ഈ സമയങ്ങളെ പാഴാക്കി കളയത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എനിക്ക് ഒന്ന് ജസ്റ്റ് പറയുവാൻ മാത്രമേ കഴിയത്തുള്ളൂ.
പക്ഷെ ഞാൻ ഇവിടെ നിങ്ങളുടെ പാഴ് സമയം നിങ്ങൾ ഇന്നു മുതൽ അതിനൊന്ന് വിലയുള്ള സമയമായിട്ട് കണ്ട് നിങ്ങളെ യേശു ക്രിസ്തുവുമായി നിങ്ങൾ അടുത്തിരിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളൂടി തന്നെ എന്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുമാമേ. ഇവിടെ എന്താ വായിക്കുക? അപ്പോസ്തലൻ പറയും, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ നോക്കണമേ, അവർ പ്രാർത്ഥനാ സ്ഥലത്ത് പ്രാർത്ഥിക്കുവാൻ സ്ഥലം കണ്ടെത്തി. അപ്പോസ്തലന്മാർ അവർ പാർക്കുന്ന വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് ആ ദേശത്തെ യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റ അവൾ പൗലോസിന്റെയും ഞങ്ങളുടെ പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാം, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് ആ സഹോദരി വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ അവൾ അത് ചെയ്തു വന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൃപയുള്ളവൻ, പ്രാർത്ഥനാ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഇറങ്ങി തിരിച്ചവൻ. ഇതാ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയ അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടു. അല്ലേ പറഞ്ഞാട്ടെ, എന്റെ മനോമക്കളെ, നമ്മളിലുള്ള ഭൂതം മാറണമെങ്കിൽ, നാം പാർക്കുന്ന ഭവനത്തിലെ ഭൂതം മാറണമെങ്കിൽ, നാം ചെല്ലുന്ന ജോലി സ്ഥലത്തെ ഭൂതം നമ്മളെ ശല്യപ്പെടുത്താതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റേഡായ ഒരു പ്രയറും ജീവിതം ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകമാണ് എന്നിൽ നിങ്ങൾ തന്നിരിക്കുന്നത്. ഇന്നു മുതൽ പ്രാർത്ഥനാ ജീവിതത്തിനാമേ ആ ഒരു ഇടിഞ്ഞു കിടക്കുന്നതായ ആ യാഗപീഠത്തിലെ കല്ലിലെ ഒന്ന് പണിയപ്പെടുവാൻ തയ്യാറെങ്കിൽ നെട്ടോട്ട് പോകേണ്ട കാര്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യും. ഇവിടെ കാണുന്ന കാര്യം, ഭൂതം വിട്ടുമാറി. പ്രാർത്ഥിക്കുന്നവൻ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന പിശാചിന് കലിയിളകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ രാത്രി വിളിച്ചു, പാസ്റ്റേ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്നലെ വരെ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരി ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ജഡബന്ധത്തിന് പറഞ്ഞ ഞങ്ങളുടെ ചാർച്ചക്കാരിയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിപ്പോ എനിക്കെതിരെ സഹോദരി എഴുന്നേറ്റിരിക്കുന്നു, എന്റെ വഴിയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ പൊങ്ങി വന്ന്, മോളെ, ഇത് വേറൊന്നുമല്ല, നിന്റെ പ്രാർത്ഥന ഈ വിളിച്ചു പറഞ്ഞത് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാ. കാരണം വളരെ വില കൊടുത്ത് ചില ജീവിതങ്ങളെ പോലും നഷ്ടപ്പെടുത്തി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരി. അപ്പോൾ ആത്മാവ് എന്റെ ഉള്ളിൽ പറയുന്നു, സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം അവൾക്ക് പിരിക്കാൻ പറ്റുന്നില്ല. അതിന് അവളുള്ള ഭൂതം നിന്നെ ഓട്ടിക്കാൻ നോക്കുന്നു. അവൾ പറഞ്ഞത്, നീ ഇവിടുന്ന് പോയേ പറ്റുമെന്ന് പറഞ്ഞു. ഒരു വഴിത്തറക്കത്തിൽ വന്നിട്ട് നീ ഇവിടെ പാർക്കാൻ പറ്റില്ല, നീ ഇവിടെ കളഞ്ഞിട്ട് പോകണം. അപ്പൊ ആത്മാവ് എന്നോട് പറയുന്നു, ഈ സൗകര്യ പ്രാർത്ഥിക സൗകര്യമാണ്, വില കൊടുത്ത് എനിക്ക് ബാക്കി പറയുന്നില്ല, വില കൊടുത്ത് ഈ സൗകര്യമാണ്. ഈ സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഇതാണ് ചിന്ത കയറിയത്. ഞാൻ ഒരു സൗകര്യം പറയണ്ട, നിങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ ഭൂതത്തിൽ ഇരിക്കാൻ കഴിയുന്നു, അതാണ് സംഭവം. അപ്പോൾ ആ സൗകര്യം പാസ്റ്റോറൂസ് എന്നെ ഇവിടെ ഈ ആഴ്ച സമയം കണ്ടെത്തി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഒരു സമയം കണ്ടെത്തി നോക്കട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ ഫോണിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ പൗലോസ് ഇറങ്ങി പ്രാർത്ഥനാ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ വഴികരി ഒരു സഹോദരി വെളിച്ചപ്പാടത്തിൽ പൈസ സാത്താന്റെ ശക്തിയിൽ ആലോചന പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ ഒരു സഹോദരിയുടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ അടുക്കലൂടി അഭിഷക്തം പോയപ്പോ അവൾക്കിരിക്കാൻ പറ്റിയില്ല. ഞാനൊരു ദിവസം ചെന്നൈയില് ഞങ്ങള് ഫാമിലിയായിട്ട് അനിയന്റെ അവിടെ പോവുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആ കാലഘട്ടങ്ങളില് ഞങ്ങൾ മാസത്തില് എല്ലാ മാസവും 3 ദിവസം ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ലീവ് എടുത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായോട് ലീവ് എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് മെഡ്രാസിൽ പോകും.
അനിയൻ്റെ അവിടെ ചെന്ന് അവിടെ ഞങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഞങ്ങളെ സഹോദരങ്ങൾ 13 വരെ ചെന്ന് ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ പോകുമ്പോൾ മധുര എത്തിയപ്പോൾ അമ്മേ ഒരു കൂട്ടം സന്യാസിമാരും ഈ ഹിന്ദുക്കളായ കുറെ പേര് ഈ തബലയൊക്കെ കൊണ്ട് ഒരു കൂട്ടാനകത്ത് കയറി. ഞങ്ങളിന്ന് കമ്പാർട്ട്മെന്റിൽ കയറിയത്. അവിടെ ഇവർക്ക് ഇവര് റിസർവേഷൻ ചെയ്ത് കയറിയതാണ്. ഇവരെല്ലാം സീറ്റ് കിട്ടിയ ശേഷം ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. എൻ്റെ ഫ്രണ്ടിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. ഇവരുടെ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്ത് ഇവർ പാട്ട് പാടാൻ തുടങ്ങി. ഇവരുടെ ദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ഇവരുടെ ദേവനെ സ്തുതിക്കാൻ ആ പാട്ട് പാടിക്കണം. ഇപ്പൊ എനിക്കൊരു ആരോഗ്യമാത്തിരുന്നു. ഞാൻ പറഞ്ഞു, യേശു കർത്താവ് എനിക്കൊരു ആരോഗ്യം ഇത് ഇവിടെ പറ്റത്തില്ല. ഞാൻ ഒരൊറ്റ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇതൊന്ന് ബ്ലോക്ക് ആകട്ടെ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ള ഈ പ്രാർത്ഥന ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ അതിൽ പാടിക്കൊണ്ടുവന്ന ഒരുത്തനെ ചുഴലി പിടിച്ചു. പാടിക്കൊണ്ടിരുന്ന തബല അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ പൂണുളക്കിട്ടിരിക്കുന്നത് ഇതാണ് സംഭവമാണ്. ഇത് ഓർമ്മ വരുന്നു. അവന് ചുഴലി പിടിച്ചപ്പോൾ ഉടനെ ആളെല്ലാം കൂടി എല്ലാം കൂടി കഴിയുന്നിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ചൊന്നും മാറി. പിന്നെ പാട്ടുമില്ല, പ്രാർത്ഥനയുമില്ല. ഞാൻ തിരിച്ചിലെത്തുന്നവരെ ഞാൻ സ്വസ്ഥമായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാനിത് എടുത്തു വരുന്നത് പുകഴ്ത്തി പറയുന്നതല്ല. നിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നീ ചെല്ലുന്ന വീട്ടിലെ പിശാചുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് വെളിപ്പെടും. ആമേൻ. അപ്പോൾ പ്രാർത്ഥനാ സ്ഥലത്ത് പോയ പൗലോസ് പോയപ്പോൾ അവിടെ വഴിയരിയിരുന്നതായ സഹോദരൻ ഉണ്ടായിരുന്ന ഭൂതത്തിനെ പൗലോസ് ശാസിച്ചു. ഒരു മറക്കലല്ലേ, അവിടെ അന്ധകാരത്തെ ശാസിച്ച് അവിടെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത ഈ നാളുകളിൽ എത്രത്തോളം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുവോ, എത്രത്തോളം സമർപ്പണത്തോടെ പ്രതിഷ്ഠയോടുകൂടി ഭയത്തോടുകൂടി ഈ കാലഘട്ടങ്ങളിൽ അമ്മേ ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് രണ്ടുപേര് കുടുംബം ഒന്ന് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ആലോചന പ്രകാരം ഒന്ന് ഭവനത്തിനകത്ത് ഒന്ന് ആരംഭിച്ചാട്ടെ. അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രമേ. ഒരല്ലേ പറഞ്ഞാട്ടെ. ഒരു വാക്യം വായിച്ചാൽ അപ്പോസ്തലർ 10:30. അപ്പോസ്തലർ 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. അതിന് കൊർന്നലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപനാ. 4-ാം നാൾ ഈ നേരത്ത് കൊർന്നലിയോസ് വീട്ടിൽ ഇവിടെ സമയം പറയാണ്. ഒരു പട്ടാളക്കാരനാണ്. അന്നത്തെ പട്ടാളത്തിൽ ജോലിയുള്ള ഒരു മനുഷ്യനാണ് കൊർന്നലിയോസ്. സമയം ആ പട്ടാളത്തിൽ ജോലിയുള്ള മനുഷ്യർ പോലും സമയം ചെയ്യുന്നു, കൃത്യം പാലിക്കുന്നു. അമ്മേ എന്റെ പൊന്നുമകളെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ആ മനുഷ്യൻ പോലും ഇത്രയും അമ്മേ അവിടുത്തെ ഗവൺമെന്റിലെ ഒരു പട്ടാളക്കാരനായിരുന്നു. അമ്മേ ആ മനുഷ്യൻ പോലും എന്താ 9-ാം മണി നേരത്തെ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9-ാം മണി നേരം കൃത്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുൻപിൽ നിന്ന് കൊർന്നലിയോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. മതി. എങ്ങനെ ഇരിക്കുന്നു? നടന്നു പോയപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ 9-ാം മണി കൃത്യം. അതാണ് ഒരു സമർപ്പണം. വല്ലവന്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുമാണ്. ആ 9-ാം മണി നേരത്തെ ആ കൊർന്നലിയോസ് പ്രാർത്ഥന റൂമിൽ കയറി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ലോകത്ത് ഇതുവരെയും അതിനു മുമ്പ് കാണാത്ത ദൈവദൂതൻ അവന്റെ റൂമിനകത്തിറങ്ങി അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നോട് പറയട്ടെ, ദൈവദൂതൻ അന്ന് ദൈവദൂതൻ കൊർന്നലിയോസിനെ പറഞ്ഞ് ഇറങ്ങുകയും ഇന്നും നമ്മുടെ പറഞ്ഞ് ഇറങ്ങത്തില്ലേ? ഇറങ്ങും മക്കൾ, ഇറങ്ങും. ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മേ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് ആക്കക്കൂട്ടിയാട്ടെ. നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്ന പ്രകാരം ഈ പ്രാർത്ഥനയുടെ ഇടിഞ്ഞു കിടക്കുന്ന ഈ ആകപ്പെടുത്ത കല്ലൊന്ന് ശരിക്കെടുത്ത് വെച്ച് പണിത് നിങ്ങളെ പ്രാർത്ഥന ജീവിതം ഒന്ന് ആരംഭിക്കുന്നുവെങ്കിൽ, പക്ഷെ ഇത് വില കൊടുക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറയണത്, ആരംഭിക്കുന്നുവെങ്കിൽ ദൈവം വൻ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അഴിയാത്ത കെട്ടുകൾ അഴിക്കും, അടങ്ങാത്ത കർത്താവ് അടക്കും, ലഭിക്കാത്ത കർത്താവ് നിങ്ങളുടെ കരങ്ങൾ തരും.
വരാതെ കർത്താവ് വരുത്തിക്കും. ഓടി കമണ നഷ്ടപ്പെടുന്ന കർത്താവ് നിന്റെ കയ്യിൽ കൊണ്ട് തരുമാമേ. എൻ്റെ പൊന്നുമക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ നാം ഒരു പ്രാർത്ഥന വീരൻ തന്നെ ആയിരിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ വീരനും വീരത്വനുമായി തീർന്നുമാമേ. പ്രാർത്ഥനയിൽ ചില ഉടമ്പടി പ്രകാരം നമ്മൾ സമർപ്പണത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നാം മുട്ടുമടങ്ങുമ്പോൾ ദേശത്തിലെ പിശാചുക്കൾക്ക് തലവേദന ഉണ്ടാവും. നാം മുട്ടുമടങ്ങുമ്പോൾ അവന്റെ കുടിയിരിപ്പ് സ്ഥലത്തിലേക്ക് അവന് തലവേദന ഉണ്ടാവും. അവൻ പറയും, ഇതാ ഒരുവൻ മുട്ടുമടങ്ങാൻ ഇനി എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടം വിട്ടു പോകാനിട ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ആക്കൂട്ടിയാട്ടെ. ഓക്കെ, ഒരു വാക്യം നമുക്ക് വായിക്കാം. ദൈവസഹോദരൻ റോമർക്ക് എഴുതിയ പുസ്തകം 12:11 പോലെ വാക്യം വായിച്ചോട്ടെ. റോമർ 12:11, 12, 13. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. ഉത്സാഹത്തിൽ എന്താണ്? ഉത്സാഹത്തിൽ മടുപ്പ് കാണരുത്. പ്രാർത്ഥന എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കണം? ഉത്സാഹം ഉണ്ടായിരിക്കണമേ. ഉത്സാഹത്തോടെ എഴുന്നേറ്റ് നീ പ്രാർത്ഥനാ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ നിന്റെ ഉത്സാഹത്തിൽ കർത്താവിന്റെ ഉത്സാഹം ഉണ്ടാവും. ദൈവത്തിന് സ്വതന്ത്രമേ. അത് വേറെ ഭാഗത്ത് വരുന്ന മടി കൊണ്ട കൈകൾ മടിച്ച് അല്ലെങ്കിൽ മടിയുള്ള കൈ കൊണ്ട് നീ അധ്വാനിക്കുന്നവൻ ദരിദ്രനായി തീരും. മടിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ദരിദ്രത്തിലേക്ക് ചെല്ലുന്നമ്മേ. ഉത്സാഹത്തോട് നീ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നീ സമ്പന്നനായി തീരുന്ന വചനം എഴുതിക്കുന്നമ്മേ. അങ്ങനെയെങ്കിൽ നന്നായിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതുമ്പോൾ അവിടെ ആത്മാവ് എഴുതിയിരിക്കുന്ന അവിടെ വെച്ചിട്ട് എന്റെ പൊന്നുമക്കളെ, ആത്മീയ കാര്യത്തിൽ നിങ്ങൾ ഒരു മടുപ്പും പാടില്ല. നിങ്ങൾ ഉത്സാഹത്തോടുകൂടി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ദൈവാത്മാവിൽ നീ എരിവുള്ളവരായ കർത്താവിനെ എങ്ങനെ സേവിക്കണം? കർത്താവിനെ എങ്ങനെ സേവിക്കണം? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ നിങ്ങൾ കർത്താവിനെ സേവിക്കണം. ഇതാ പ്രാർത്ഥിക്കുന്നതിന് സ്വഭാവം കാണുന്നത്. ഒരു പ്രാർത്ഥിക്കുന്ന മറ്റൊരു സ്വഭാവമാണ് ഉത്സാഹത്തിൽ ഒരിക്കലും മടി കാണരുത്. നല്ല ഉത്സാഹം ഉണ്ടായിരിക്കണം. അടുത്ത അതിനോട് ചേർന്ന് പറയുന്നത് ആത്മാവിൽ നിനക്ക് എന്താണ്? എരിവുള്ള. ഞാൻ ഇന്ന് 8 മണിക്ക് ഇന്ന് പ്രാർത്ഥിച്ചിരിക്കും. 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. പിശാചേ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഉടനെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് നീ ഇരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും 1 മണിക്കൂറും ആ സമയം പോകുന്ന അറിയത്തില്ല. ദൈവം നിന്നെ വൻ കാര്യം നിന്നെ മേൽ ചെയ്യുമാമേ. ഒരല്ലേ പറഞ്ഞാട്ടെ. വായിച്ചോട്ടെ, കണ്ടിന്യൂ. ആ വാക്യം 13 വായിച്ചോട്ടെ. ആശയിൽ സന്തോഷിക്കുക, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും ഉറ്റിരിക്കുക. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. എത്ര നന്നായിരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ട വിശേഷ ഗുണങ്ങളാണ്. ഈ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു സ്വഭാവം കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവിടെ എടുത്തു പറയുന്നത്. മക്കളെ, നിങ്ങൾ പ്രാർത്ഥന ഉറ്റിരുന്ന മതിയാവും. അമ്മ കാണാൻ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ കാണുന്ന രീതിയിൽ അമ്മയെന്ന് അവർ കാണുന്ന അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിന്റെ പ്രാർത്ഥന രഹസ്യത്തിൽ കാണുന്ന പിതാവ്, നീ കർത്താവിനെ പ്രസാദിക്കുന്ന പ്രാർത്ഥനയായിരിക്കണം. അല്ല മറ്റു മനുഷ്യരാരെങ്കിലും തൃപ്തിപ്പെടുത്തുന്ന നിങ്ങളുടെ ഒരു ദൈവവേലയും കർത്താവ് പ്രസാദിക്കത്തില്ല. ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന വേല തന്നെ ചെയ്യണം. ദൈവപ്രസാദം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതായിരിക്കട്ടെ നിങ്ങളുടെ കാഴ്ചപ്പെടാമേ. ഒരു വാക്യം നമുക്ക് വായിക്കാമേ. ലൂക്കോസ് 18:1. ലൂക്കോസ് 18:1. എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോ മടുപ്പ് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എടുത്തു പറയുന്നത് നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ്. ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം ഒരു ചാപ്റ്ററാക്കി
നിങ്ങളപ്പോൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ 10 പ്രാവശ്യം അത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പതിഞ്ഞ് കിട്ടും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന ആ സ്റ്റൈലിൽ തന്നെയായിരിക്കും. നിങ്ങൾ ആള് മാറി വരെ പോലെയാവും. എൻ്റെ പൊന്നുമക്കളെ, മടുപ്പ് ഒരിക്കലും പാടില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മടിപ്പല്ല വരുന്നത്. മടിപ്പ് ആരുടെ സ്വഭാവമാണ്? അത് പിശാചിന്റെ സ്വഭാവമാണ്. അവനാണ് അതിൻ്റെ ആള്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ലൂക്കോസ് പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും. അപ്പൊ നമ്മുടെ ചിന്താ വിഷയം എന്താണ്? ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പോരെ? എനിക്ക് 6 മക്കളുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, സ്ഥലമുണ്ട്, ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്. ഫസ്റ്റ് ഇത്രയും സമയം പ്രാർത്ഥിക്കണോ? ആരാധനയ്ക്ക് ഇത്രയും സമയത്തിന് ആവശ്യം, 3 മണിക്കൂർ ആവശ്യമുണ്ടോ? കുഴപ്പമില്ല, പൊയ്ക്കോ. എത്രത്തോളം കർത്താവിന് വേണ്ടി നീ നിന്റെ കയ്യിലിരിക്കുന്നതോ അല്ലെങ്കിൽ കിട്ടുവാനിരിക്കുന്നതോ അല്പം നന്മ കുറഞ്ഞാലും എന്റെ കർത്താവിന് വേണ്ടി ഇവിടെ നീ സമയം നിക്ഷേപിക്കുന്നുവെങ്കിൽ അവിടെ ഒന്നും കുറയത്തില്ല, അത് ഇരട്ടിയായിട്ട് കിട്ടും. ഇവിടെ നിനക്ക് പ്രതിഫലം കിട്ടും. ഇതാണ് ഒരു പ്രാർത്ഥനക്കാരൻ്റെതായ ഒരു വീര്യവും അവന്റെ ഭയഭക്തിയും അവന്റെ തീരുമാനം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന എന്ത് തടസ്സം വന്നിരുന്നാലും എന്ത് നട്ടം വന്നാലും അവനതിനെ ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് അപ്പന്റെ പാദമെടുത്തിരിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് വൻ കാര്യങ്ങൾ ചിലപ്പോൾ വായിച്ചിടാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അപ്പൊ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഒരു വാക്യം 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിന്റെ 16, 17, 18. 1 തെസ്സലോനിക്ക 5-ന്റെ 16, 17, 18 വായിച്ചാട്ടെ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കാനാണ്? ഇടവിടാതെ പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുമക്കളെ, ഇടവിടാതെ പ്രാർത്ഥിക്കണം. സന്ധ്യാ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. പ്രഭാത പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. അത് 1.5 വിട്ട് അല്ല. അതിന് ആഴ്ചയില് ഒരു നേരമല്ല. നമ്മൾ നേരത്തെ വായിച്ച പഴയ നിയമ ഭക്തന്മാർ 3 നേരം കൃത്യമായി പ്രാർത്ഥിച്ചതിന്റെ ഫലം എന്ന് നാം ആ റിസൾട്ട് കണ്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ അയോഗ്യരായി എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കണം. നമ്മളെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു, നാം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത്, ഇന്നൊരു തീരുമാനമെടുത്ത് നമ്മുടെ പ്രാർത്ഥനയില് ഒരു ഉടമ്പടിയോടുകൂടി, ഒരു സമർപ്പണത്തോടുകൂടി, പ്രതിജ്ഞയോടുകൂടി ഈ നേരത്തെ കേട്ടതനുസരിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ഉത്സാഹത്തോടെ എരിവോടുകൂടെ ഏത് നേരത്തും നീ പ്രാർത്ഥന ഉച്ചരിക്കുന്നുവെങ്കിൽ നിന്നോടുകൂടെ ദൈവമുണ്ട്. നിന്നോടുകൂടെ ദൈവം സംസാരിക്കും. ദൂതൻ ആവശ്യമെങ്കിൽ ദൂതൻ ഇറക്കും. അല്ല മറ്റൊരു പ്രവൃത്തിയാണെങ്കിൽ അത് ദൈവം നിന്നെ കൊണ്ട് ചെയ്തിരിക്കും. അല്ലേ പറഞ്ഞാട്ട് ഹല്ലേലൂയ. അല്പമാണ് കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പ്രാർത്ഥന കാര്യത്തിൽ ഒരു മുടക്കം വരരുത്. ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഒരാത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവിടെ കിടന്ന് അയ്യം വിളിക്കാതെ അതിനു വേണ്ടി നീ സ്തോത്രം ചെയ്യണം. ഇനി ഇന്നലെ വരെ നിനക്ക് 10 രൂപ ശമ്പളമാണിരുന്നെങ്കിൽ അടുത്ത ദിവസം നിനക്ക് 100 രൂപയാണെങ്കിൽ അധികം കിട്ടിയെങ്കിൽ അതിന് നീ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. നഷ്ടം വന്നാലും സ്തോത്രം പറയണം. ലാഭം വന്നാലും സ്തോത്രം പറയണം. ഒന്ന്, നീ ഇടപെടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് വേണ്ട സ്വഭാവ ഗുണങ്ങളാണ് പറയുന്നത്. 2, നിന്റെ ജീവിതത്തിൽ നഷ്ടം വരാം, ലാഭവും വരാം. അപ്പോൾ നിന്റെ സ്വഭാവം എന്തായിരിക്കും? നിന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം? എല്ലാവരും നീ സ്തോത്രം പറയണം. കപ്പൽ സമുദ്രത്തിൽ മുങ്ങിത്താൻ സ്തോത്രം പറയണം. അത് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിയാൽ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. അതാണ് ശരിക്കും ഒരു ആത്മീയ സ്വഭാവം. അല്ല കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചു. 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുകൂടി വിറ്റ് ലോൺ അടയ്ക്കേണ്ടി വന്ന് ഇപ്പൊ ഞാൻ പാപ്പരായി. വിശ്വാസം വന്നതിന് ശേഷമാണ് സ്ഥലം വിറ്റത്. വിശ്വാസം വന്നപ്പോ സ്ഥലം വിറ്റില്ല. വിശ്വാസം വന്നപ്പോ സ്ഥലം വിൽക്കേണ്ട ഗതിയേട് വന്നു. അയ്യോ, ഇതാണോ സംഭവം? അല്ല, സ്ഥലം വിറ്റതിനായി സ്തോത്രം. എന്റെ മകളെ, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്.
ഇനിമേൽ വളരെ വ്യക്തമായ കർത്താവ് എടുത്തു പറഞ്ഞ്, സർവ്വ ജഡത്തിന്റെ ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് ദൈവം നമ്മോട് ചോദിക്കുകയാണ്. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുള്ള ദൈവം നമ്മോട് ചോദിക്കണമേ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് 5 സെന്റ് സ്ഥലം വിശ്വാസി വന്നതിന് ശേഷം ഒരുപക്ഷെ ഏതോ സ്ഥലത്ത് നഷ്ടപ്പെട്ടെങ്കിൽ നീ അതിനു വേണ്ടി 10 സ്തോത്രം പറഞ്ഞെങ്കിൽ അതിനെക്കാട്ടി 50 സെന്റ് സ്ഥലം തരുവാൻ ഈ ദൈവം മതിയാവിനത്രേ. പറഞ്ഞാട്ടെ. എനിക്കറിയാം, എന്റെ ഇളയ സഹോദരി പെങ്ങൾക്കാമേൻ ആ മണവാളക്കുറിച്ചില് ഒരു ചെറിയ വീട്, പക്ഷേ 2 ചെയർ ഇട്ടാൽ, ഒരു ടീപ്പോയി ഇട്ടാൽ പോലും അവിടെ സിറ്റ് ഔട്ട് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. 2 ചെയറും ഒരു ടീപ്പോയി. പണ്ട് കോളനി വീടാണ്, അത് സർക്കാർ കൊടുത്ത കോളനി വീടാണ്. വീടെല്ലാം ഞാൻ ചെന്ന് കണ്ടതാണ്. വളരെ വളർന്നൊക്കെ ഇരിക്കുന്നു, പണിയൊക്കെ ചെയ്യണം, മെയിൻ്റെനൻസ് ചെയ്യണം. കടൽക്കരയാണ് വീടിരിക്കുന്നത്. ജസ്റ്റ് ഇവരുടെ വീട്ടിന്റെ ഫ്രണ്ട് നിന്നാൽ കടൽ എല്ലാം നമുക്ക് കാണാം. പക്ഷെ എത്ര മീറ്റർ? 50 മീറ്റർ ഡിസ്റ്റൻസിലാണ് വെള്ളം നിൽക്കുന്നത്. കടൽ വെള്ളവും ഇവിടെ 50 മീറ്ററേ ഉള്ളൂ. ഞാനിവിടെ താമസിച്ചത് എത്ര? 30 മീറ്ററാണ്. ഇവിടെ താമസിച്ചത് 30 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. ജൂൺ ജൂലൈയിലെ കർക്കിടകത്തിലെ വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ സെപ്റ്റി ടാങ്കിലും കാണാം. വെള്ളം മണലൊക്കെ എടുത്തുകൊണ്ട് അതിങ്ങനെ മുഴുവൻ നിൽക്കും. പക്ഷെ ഞങ്ങൾക്ക് പേടി, ഒരു ചെറിയ ഭയമുണ്ട്. പക്ഷെ എന്തോ അതുവരെ കർത്താവ് സൂക്ഷിച്ച് ഞാൻ ആ ഭാഗത്തായിട്ട. അപ്പൊ ഇളയ പെങ്ങളെ ഈ ഭവനത്തിൽ TPM ആ തോമസ് ബ്രദറാണ് ഞങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തത്. എന്നാലും പ്രാർത്ഥനാക്കാരനായതിന്റെ പേരിൽ ഞങ്ങൾ കൊടുത്തു, ദൈവസ്തോത്രമേ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. 2 കുഞ്ഞുങ്ങളുമായി അവർക്ക്, കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ. ഞാൻ പലപ്പോഴും കർത്താവേ, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, കടൽക്കരയാണ് കർത്താവേ, ഇവരുടെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണം, ഇവർക്ക് നല്ലൊരു ഭവനം കൊടുക്കണം കർത്താവേ. പക്ഷെ അവർ നല്ല പ്രാർത്ഥിക്കുന്നവരാണ്. ആരാധന മുടങ്ങുന്ന കരയിൽ TPM സഭ അറിയാമല്ലോ. കൃത്യം 4 മണിക്ക് സമയത്ത് അലാറം വെച്ച് 4 മണിയാണ് അവിടെ ചർച്ചിലെ വിശ്വാസി അവർക്ക് കൊടുത്ത സമയം. 4 മണിക്ക് നിങ്ങൾ നോക്കണം. എല്ലാം പിറ്റേ 4 മണിക്ക് അലാറം വെച്ച് 1 മണിക്ക് അവർ ചെന്നറിയോ, തരണമേ 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 എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നത്. ആ 1 മണിക്കൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് ഇന്ന കുടുംബത്തിനായി സ്തോത്രം, ഇന്ന ദേവദാസനായി സ്തോത്രം. വേറെ ഒരു നീഡായിട്ടുള്ള ഒരു കാര്യങ്ങൾ ആ സമയം ഉച്ചരിക്കത്തില്ല. ആ 1 മണിക്ക് സമയം എനിക്ക് ജോലി കിട്ടണം, ഞാൻ അവിടെ പോകണം, എനിക്ക് അതല്ല. ഞങ്ങളുടെ കർത്താവെ, സഭയുണ്ടെങ്കിൽ സഭയിലെ സിസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, മോളി സിസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം, ഞങ്ങളുടെ ദേശത്തിനായി സ്തോത്രം, ഊഴിയവേലക്കാർക്കായി സ്തോത്രം. ഇങ്ങനെ 1 മണിക്കൂർ ഈ സ്തോത്രം അല്ലാതെ വേറെ ഒരു വിഷയം എടുക്കത്തില്ല. അടുത്ത് പ്രാർത്ഥിക്കിരിക്കുമ്പോഴാണ് വിഷയങ്ങൾ എടുക്കുന്നത്. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാം 10 മണിക്ക് ഇരിക്കും, 4 മണിക്ക് ഇരിക്കുമ്പോഴാണ് ഇവർ മറ്റു വിഷയങ്ങൾ എടുക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയാണ്. കാര്യം ഇത് എൻ്റെ സഹോദരി കെട്ടിച്ചു കൊടുത്തപ്പോൾ ഞാൻ കണ്ട കാര്യമാണ്. പക്ഷെ ഇവരുടെ വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കർത്താവേ, കടല് ഭയങ്കരമായി പ്രശ്നമിരിക്കുന്നത്, ഇത് എനിക്കൊരു സമാധാനമില്ല, ഇവർക്കൊരു ഉദാഹരണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് സങ്കടത്തോടെ ഞാൻ എൻ്റെ വൈഫും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അവർക്കൊരു ഭവനം കൊടുക്കുമെന്ന് പറഞ്ഞു. അവർക്കൊരു ഭവനം കൊടുക്കും ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അനിയത്തി സുപ്രിയുടെ അടുത്ത് പറഞ്ഞു, സുപ്രി, ദൈവം നിനക്കൊരു ഭവനം തരുവാൻ പോണെന്ന് പറഞ്ഞു. അതിപ്പോൾ പറഞ്ഞ് എന്നെ അച്ഛത് എങ്ങനെ അത് തരും മക്കളെ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നീ അത് ഭാരപ്പെടേണ്ട, ദൈവം നിനക്കൊരു ഭവനം തരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഭവനത്തിനകത്തിരുന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വരുത്തിയില്ല, ആരാധനയ്ക്ക് കുറവ് വരുത്തിയില്ല. എത്ര പ്രാർത്ഥന സഭയിലുണ്ടോ, സഭയിൽ കൃത്യമായി ചെന്നിരിക്കും. പിന്നെ വീട്ടിനകത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം, എത്ര പ്രാർത്ഥന ഉണ്ടോ, മുഴുവനും പ്രാർത്ഥന അവിടെ ആക്റ്റീവാണ്. ദൈവസ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൂത് പറഞ്ഞ് 1 വർഷം കഴിഞ്ഞില്ല, ശക്തമായൊരു സുനാമി വന്നു. സുനാമി ഏത് വർഷമാണ്? 2006 സുനാമി വന്നത്. 2000 സുനാമി വന്നു. ഇപ്പൊ സുനാമി വന്നപ്പോൾ ഇവര് നേരെ രാവിലെ 8 മണിക്ക് ഇവര് 2 കുഞ്ഞുങ്ങളെ എടുത്ത് ഭാര്യയും ഭർത്താവും കൂടെ ഇവർക്ക് പോകണമെങ്കിൽ ഒരു ബസ് കയറി പോകണം. 15 കിലോമീറ്റർ ദൂരം പുതിയ നഗരം പോകണം. ഇവര് നേരെ വീടൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇവരെന്തേരോ കുഞ്ഞുങ്ങളെ എടുത്ത് ഇവർ ചർച്ചിൽ പോയപ്പോൾ ചർച്ചിൽ പാസ്റ്റർ പ്രയറൊക്കെ തീർന്നപ്പോൾ അവിടെ പാസ്റ്റർക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നത്, സഭാ മക്കൾ ആരും തിരിച്ചവരുടെ വീട്ടിൽ പോകണമെന്ന് പറയാൻ പറഞ്ഞു. ഏകദേശം പേര് ഈ കടൽക്കരയുള്ളവരാണ് വിശ്വാസ മക്കള്. എന്താ ചോദിച്ചു, സുനാമി ഒന്ന് ഊര് അഴിഞ്ഞു പോയിരിക്കുന്നത് ആ തമിഴ് ഭാഷയിലാണെന്ന് പറഞ്ഞു.
ആമേൻ. അപ്പോഴാണ് കാണുന്നത് ഈ സുനാമി എന്ന്. കുറച്ച് അറിയാലോ, നമ്മളെ എത്രയും പേര് മരിച്ചോമേ. ഇവരുടെ വീട്ടിന്റെ പുറത്ത് ഒരു വലിയ വള്ളം തിരമാല എടുത്ത് അടിച്ചുകൊണ്ട് ഇടിച്ച് കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇവർ ഉള്ള സമയമാണെങ്കിൽ ഇവർ 4 പേർ നഷ്ടപ്പെട്ടു പോകത്തില്ലേ. കറക്റ്റ് ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ ആലയത്തിൽ ചെന്ന് 9 മണിക്ക് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അതിനിവിടെ 10 മണിക്ക് സുനാമി സംഭവിച്ചു. പക്ഷെ തിരിച്ച് അവരുടെ ആ പഴയ വീടെല്ലാം നഷ്ടപ്പെട്ടു, വെള്ളം കയറി നിൽക്കുന്നു. അതിന് പകരമായി കുറച്ച് മുകളിൽ അവർക്ക് 4 സെന്റ് സ്ഥലമാണ്. 4 സെന്റ് സ്ഥലവും നല്ലൊരു വീടും സർക്കാർ വെച്ചു കൊടുത്തു. അല്ലേ പറഞ്ഞാട്ടെ? നിങ്ങളെന്താ പറഞ്ഞ ഞാൻ പറയാം, കർത്താവേ അവർക്കൊരു ഭവനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കർത്താവ് തന്റെ ന്യായവിധി അയച്ചപ്പോൾ അത് ചിലർക്ക് നന്മയ്ക്കായി തീർത്തു. ദൈവം ചില ന്യായവിധി ദേശം അയച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്ത് ചെയ്ത് നന്മയ്ക്കായി തീർത്താമേ. അങ്ങനെ സഹോദരിക്ക് നല്ല ഭവനം ഇപ്പോഴാണ് താമസിക്കുന്നത്, ആ ഭവനത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈവം എത്ര വലിയവനാമേ. ഒരല്ലേ പറഞ്ഞാട്ടെ? നമ്മള് വായിച്ചാട്ടെ, ഇപ്പൊ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്നിട്ട് ഇടവിടാതെ പ്രാർത്ഥിക്കണമാ. കഷ്ടം വന്നിരുന്നാലും ലാഭം വന്നിരുന്നാലും ജോലി ഇല്ലെങ്കിലും എന്ത് കിട്ടിയാലും എന്റെ പൊന്നുമക്കളെ, ആത്മാവ് വചനവും പറയുന്നത് നീ പിറുപിറുക്കല്ലേ. നിന്റെ ദൈവം ആരാണ്? വാക്കുകൾ കൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം. ശൂന്യമണ്ഡലങ്ങളെ നോക്കി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവരാണ് നീ ഇടവിടാ സേവിക്കുന്നുവെങ്കിൽ അവനെ സേവിച്ചത് മുഖാന്തരം നിനക്ക് എന്തെങ്കിലും കട്ടത്തട്ട് വന്നെങ്കിൽ നീ പിറുപിറുക്കല്ലേ. ഈ കട്ടം വന്നതിനായി ഞാൻ ദൈവത്തിന് ഹല്ലേലൂയ എന്ന് പറയുന്നുവെങ്കിൽ അടുത്ത ദിവസം നിന്റെ സ്തുതിയും സ്തോത്രത്തിലും ആ കഷ്ടനട്ടതിനെ അവൻ ലാഭമാക്കി തരും. അല്ലേ പറഞ്ഞാട്ടെ? ഹല്ലേലൂയ. അതാണ് ദൈവം. വാക്യം തീർന്നോ? അപ്പൊ പിതാവിന്റെ ഇഷ്ടം ഒരു പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെയായിരിക്കണം? ഈ ക്വാളിറ്റി എത്രയും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്ന് നിങ്ങളത് പരിശ്രമിക്കുക. ഒരു 3 മാസം എടുക്കും. എത്ര എടുക്കും? ഒന്ന് മെരുങ്ങി വരുവാൻ, ഈ പറഞ്ഞ മരുന്ന് മെരുങ്ങി വരാൻ 3 മാസം എടുക്കും. നിങ്ങൾ രക്ഷപ്പെട്ടു പോലെ പാർലമെന്റിലെ നിയമത്തിന് മാറ്റുവാൻ നിനക്ക് കഴിയും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലും എനിക്കറിയാം. പാർലമെന്റ് നിയമം എത്രയോ പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന പാർലമെന്റ് നിയമങ്ങൾ മാറ്റിയെടുക്കണമേ. എടുത്ത തീരുമാനം പോലും മാറ്റിയെടുത്ത് ചരിത്രമുണ്ടാമേ. ആരെന്നറിയ ഇങ്ങനെ സമർപ്പണ ബോധത്തോടുകൂടി പ്രതിഷ്ഠയോടുകൂടി നമ്മെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന സ്വർഗം കിടുക്കുമാമേ. ഹല്ലേലൂയ. അല്ലേ പറഞ്ഞാട്ടെ? അപ്പൊ എന്താ വായിച്ചടാ? അപ്പൊ ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം. ആമേ. ഒരല്ലേ പറഞ്ഞാട്ടെ? ഒരു മിനിറ്റ് ചാർജ്. ഓക്കെ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ഒരു പ്രാർത്ഥിക്കുന്ന മകൾ എങ്ങനെയായിരിക്കണം? എൻ്റെ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് പിതാവിന്റെ ഇഷ്ടം. നിങ്ങൾ ഇതേപോലെ പ്രാർത്ഥിക്കാൻ വില്ലിങ്ങെങ്കിൽ ഇങ്ങനെ ഒന്ന് നിങ്ങളെ പരിശുദ്ധാത്മനെ മെരുക്കി കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ആ ഹോളി സ്പിരിറ്റിന് കൊടുക്കണം. എന്തുകൊടുക്കണം? മെരുക്കി കൊടുക്കണം. എൻ്റെ ഇഷ്ടമല്ല, കാളവണ്ടിക്കാരെ അല്ലെ കൊണ്ട് മുഖം വെച്ച് വയ്ക്കുന്ന പോലെ പരിശുദ്ധാത്മന്റെ കരുത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, എനിക്ക് ശരിക്കും അപ്പൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ ആ ഒരു സ്വഭാവത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. എവിടെയെങ്കിലും പണി കൊണ്ടെങ്കിൽ എന്നെ പണിയണം. കർത്താവെ ഏൽപ്പിച്ച് കൊടുക്കാൻ, ഒരു മെരുക്കുവാൻ ഏൽപ്പിച്ച് കൊടുക്കുന്നെങ്കിൽ 3 മാസത്തിനകത്ത് റിസൾട്ട് നിനക്ക് അറിയാൻ പറ്റും. വിശ്വസിക്കുന്ന മതം കൊടുത്താട്ടെ. ഓക്കെ. ഇത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സ്തുതിയും സ്തോത്രത്തിനും പ്രാർത്ഥനയുള്ള കുറവ് വരും. 2 മിനിറ്റാണ് ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിലും ഒരു 5 സ്തോത്രം ഉണ്ടായിരിക്കണം. 2 മിനിറ്റേ സമയമുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കണം? സ്തോത്രത്തിനുള്ള പ്രാർത്ഥന ആരംഭിക്കണം. ചാടി കയറി ഉടനെ ചെന്ന് ആവുമെന്ന് പറയരുത്. ആദ്യം നിങ്ങളുടെ മനുഷ്യാത്മാവൊന്ന് ഒരുക്കണം. അതെങ്ങനെ ഒരുക്കുന്നത്? സ്തോത്രം പറയുമ്പോൾ തന്നെ ആത്മാവ് ഒരുക്കരുത്. സ്തോത്രത്തിന്റെ അളവ് എത്രത്തോളം കൂടുമ്പോൾ നിങ്ങളുടെ മറ്റേ ഔട്ട് മൈൻഡ് മാറുന്നു. ഈ മനുഷ്യാത്മാവ് ഒരു പ്രത്യേക ലൈനിലൂടെ കയറി വരുന്നാമേ. സ്തോത്രം കൊടുക്കുന്നത് അതാണ്. ചില അപ്പച്ചന്മാരൊക്കെ 15-20 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന സ്തോത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടെ ഔട്ട് മാറ്റിമാർ പിന്നെ ആത്മാവൊന്നും കയറി പിന്നെ ഭാഷ മാറുന്നു. അപ്പം സ്തുതിയും സ്തോത്രവും മസ്റ്റ്
അത് 1 മിനിറ്റ് പ്രാർത്ഥിച്ചാലും 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലും അതിനകത്തുണ്ടായിരിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആരംഭത്തിൽ സ്തോത്രത്തിൽ ആരംഭിക്കണം, സ്തോത്രത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കർത്താവിനെ പാടി സ്തുതിക്കുക. ഇതൊക്കെ പറയുന്നത് സമയം അനുസരിച്ചാണ് അല്ല. ഇപ്പം 2 മിനിറ്റ് ഉള്ളപ്പോൾ നമുക്ക് പാടാൻ പറ്റത്തില്ല. പക്ഷെ മറ്റല്ല, സാധാരണ 1 മണിക്കൂർ പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ടാമത് വരേണ്ട കാര്യം പാടി ദൈവത്തിൽ നല്ല പാട്ട്, ആത്മനിർവ്വഹ പാട്ടുകൾ ആമേ പാടി നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തണം. മൂന്നാമത്തെ കാര്യം താങ്ക്സ് പറയണം. ഈ നിമിഷം വരെ കർത്താവേ, സ്റ്റിൽ ഈ നിമിഷം വരെ എന്നെ എൻ്റെ കുടുംബത്തെ നിർത്തിയതിനായി അങ്ങേക്ക് ഞാൻ നന്ദി പറയും. ആയിരക്കണക്കിന് വരെ എൻ്റെ ഇടത്തും വലത്തും നഷ്ടപ്പെട്ടിരിക്കുമോ ഏഴയും പുഴുവുമായി എന്നെ എൻ്റെ കുടുംബത്തിനെ പിതാവേ ഇന്ന് നിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ സ്തുതിപ്പാൻ കൊണ്ടുവന്നതിനായി അടിയനും കുടുംബം നന്ദി പറയുന്നു. മസ്റ്റ് പറഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുന്നവൻ കാത്തിരിക്കണം. നീ പ്രാർത്ഥിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതൊരു വിഷയം ഈ പ്രാർത്ഥന ഇതിനകത്ത് വച്ചിരിക്കാം. പക്ഷെ അത് ദൈവത്തിൻ്റെ സമയം വരെ നീ മൗനമായി കാത്തിരിക്കണം. പിറുപിറുക്കരുത്. കാത്തിരിപ്പ് ദൈവത്തിൻ്റെ ഏത് പ്രവർത്തിക്കും. ഇനി അരുളപ്പാടുന്ന പോലും ആമേ വേറെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇരമ്യ ഒരു വിഷയം പ്രാർത്ഥിച്ചപ്പോൾ 10-ാം ദിവസമാണ് ഇരമ്യാവിന് മറുപടി കൊടുത്തത്. ഇരമ്യ ഒരു വിഷയത്തിന് ക്വസ്റ്റ്യൻ കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. ഞാൻ ഒരു വാർത്ത വായിച്ചിരിക്കുന്നു. അപ്പം പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ എന്താ ഒരു വെയിറ്റ് ആൻഡ് സീ, കാത്തിരിപ്പ് മസ്റ്റാണ്. പക്ഷെ നിങ്ങൾക്ക് നാളെയാണ് ആവശ്യം, നാളെയാണ് നിങ്ങൾക്ക് ആവശ്യം. നോ, നീ കാത്തിരിക്കും, ദൈവം പ്രവർത്തിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് വചനം വായിക്കുക. വചനം വായിക്കണം. കൂട്ടായ്മയുള്ള വചനം വായിക്കണം. കുടുംബ പ്രാർത്ഥന വചനം ഉണ്ടായിരിക്കണം. 2-3 കുടുംബം അവിടെ എന്തുണ്ടായിരിക്കണം? വചനം വായിക്കണം മാമേ. ഇനി ഷെയർ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ വിചിന്തനം ചെയ്യണം മാമേ. ഈ കാര്യം മസ്റ്റ് അതിനകത്തുണ്ടായിരിക്കണം മാമേ. പിന്നെ എന്താണ് അടുത്ത കാര്യം? പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഒരല്പസമയം ഏകാഗ്ര ഹൃദയത്തോട് നാം മൗനമായിരുന്ന് ആ ശബ്ദത്തിന് വേണ്ടി നമുക്ക് ജാഗരിക്കണം. വേണ്ടേ? വേണം. കർത്താവ് സംസാരിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അതേ വാക്യങ്ങളെ നമ്മൾ നമുക്കൊരു വചനം വായിച്ചല്ലോ, ആ വചനത്തിന്റെ ചില വാക്യങ്ങൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. കർത്താവേ അങ്ങ് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഞാൻ വായിച്ചല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ വചനം മഹത്വപ്പെടട്ടെ. ആ വചനത്തെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ആ വചനത്തിൽ എടുത്തു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അമ്മേ. എനിക്കറിയാം ഒരു സഹോദരൻ, എനിക്കറിയാം, ഞാൻ പേര് പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്ന വചനം കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാ വിഷയത്തിനും തക്ക വചനം കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് വചനം എടുത്തങ്ങ് പ്രാർത്ഥിക്കും. കർത്താവേ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമേ എനിക്കൊരു മേശ ഒരുക്കി. ഞാൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത്. വായിക്കുന്ന വചനത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ആവർത്തിച്ച് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കത്തില്ലേ? സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പറയണം. അതിനെ ഏറ്റുപറയണം. നമ്മളാൽ കൂടിയാണ് ബുദ്ധിമോശം ചെയ്യെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. കർത്താവ് ഇത് എൻ്റെ തെറ്റാണ്. ഇനി അല്ലാതെ തന്നെ എന്തെങ്കിലും പരാജയം വന്നിരുന്ന കർത്താവിന് പരാജയം വന്നിരിക്കുന്നു, അതിനായി സ്തോത്രം. ഇനി നമ്മളോട് വന്നെങ്കിൽ നമ്മൾ തന്നെ എഗ്രി ചെയ്യണം. മസ്റ്റ് ഇതിനകത്ത് വന്നേ പറ്റുള്ളൂ. പരാജയങ്ങൾ ഏറ്റു പറയുക. പിന്നെ എന്തെന്നറിയോ? മറ്റുള്ളവർക്ക് വേണ്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞത് സമയം നോക്കിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഇത്ര പ്രാർത്ഥിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇടിവ് നിന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടായ്മയുള്ളവരുണ്ട്, 3 പേരുണ്ടാവുമേ, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടേതായ ആത്മാരക്ഷയ്ക്ക് വേണ്ടി, നടത്തിപ്പിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആമേ. ഇനി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ അടയ്ക്കണം. ഇനി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളതായ നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാം, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോകാനിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവസോദരങ്ങൾ. പിന്നെ അവസാനത്ത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. ഇത് ഇത്രയുമാണ് ഒരു പ്രാർത്ഥിക്കുന്നതിൻ്റെ ജീവിതത്തിൽ വേണ്ട ആവശ്യങ്ങളെന്ന് പറയുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതാത് സമയത്ത് മറുപടിയുണ്ട്. നിങ്ങൾ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. കാരണം അറിയുമോ?
തലേന്ന് ഓരോ ദിവസവും രാത്രി ദൈവാത്മാവോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് കൂടെ ആരുണ്ട്? ആത്മാവ് കൂടെയുണ്ട്. ഹാനോക്ക് ദൈവത്തോട് നടന്നതുപോലെ ഇങ്ങനെ പ്രാർത്ഥന കൂടെ എന്തുണ്ട്? ദൈവത്തിന്റെ ദൂതൻ കൂടെയുണ്ട്, നിന്നോട് കൂടി സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദൈവസ്വതനമായി അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സമയം നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയും, ഈ പുതിയ കാലഘട്ടങ്ങളില് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? അതോ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പോരെ? 3 മണിക്കൂർ ആരാധനയുടെ ആവശ്യമുണ്ടോ? 2 മണിക്കൂർ പോരെ? ഇത്ര നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ വരുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ ഇത്രയും വചനം നമ്മൾ ചിന്തിച്ചപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഞാൻ എൻ്റെ പോലീസ് പറയണ, ഞാൻ എൻ്റെ ബുദ്ധി എന്ന് പറയാണ്, നിങ്ങൾ പാഴാക്കി കളയ സമയം തന്നെ മതി അല്ലേ? നിങ്ങൾ പാഴാക്കി കളയ സമയം ഇതിനു വേണ്ടി ഉപയോഗിച്ച് നോക്ക്, നിങ്ങളുടെ അവസരം വ്യത്യാസപ്പെടുത്തി. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ താഴ്മയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ സമയം ദൈവം ഞങ്ങളോട് കർത്താവെ ശാന്തമായി ഈ വിശുദ്ധ സഭാരാധനയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ കർത്താവെ പ്രാർത്ഥിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആര് തന്നെ ആയിരുന്നാലും ആ വ്യക്തി എങ്ങനെയായിരുന്നു പ്രാർത്ഥിക്കണം, എങ്ങനെയായിരിക്കണം, അയാളുടെ പ്രാർത്ഥനയിൽ എന്തെല്ലാം ആത്മീയ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ കർത്താവെ അയാൾ എങ്ങനെയായിരിക്കണം, എത്രത്തോളം തീക്ഷ്ണതയോട് എന്നൊക്കെ കർത്താവ് അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് അല്പാൽപമായി ഇവിടുന്ന് കാര്യങ്ങളെ കർത്താവ് കണക്ട് ചെയ്തത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ? പലപ്പോൾ ഞങ്ങൾ അറിയാതെ ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേട്ട ഈ കർത്താവിന്റെ പരിശുദ്ധമുള്ള ആ വചനത്തിന്റെ പരിജ്ഞാനത്തിന്റെ അറിവ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഒരുപാട് മാറുവാനുണ്ട് കർത്താവെ. അങ്ങനെയെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ഓൺലൈനായിരിക്കുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ സമയം കണ്ടെത്തി ഒരു പ്രതിഷ്ഠയോടുകൂടി, ഒരു സമർപ്പണത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, എരിവോടുകൂടി ഉറ്റിരിപ്പ് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ, അതേ ഞങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകല മഹത്വം പിതാവിന് സമർപ്പിക്കുന്നു. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരങ്ങളിൽ കർത്താവിന് മഹത്വം കൊടുക്കാം.